സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുകയാണ്. ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാം എന്താണ് ഫ്രീ യൂസർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഏതൊരാൾക്കും ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു റഫറൽ ലിങ്ക് കിട്ടുന്നു. അതിലൂടെ നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കാം. തീർച്ചയായിട്ടും ഫ്രീ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഏതൊരാളും ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 50 രൂപ നമുക്ക് ക്യാഷ് ബോണസ് ആയിട്ട് ലഭിക്കുകയാണ്. 50 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് ലഭിക്കുന്നു. അതുകൂടാതെ ഏതെങ്കിലും ഒരു അമൗണ്ടിന്റെ റീചാർജ് ചെയ്യുമ്പോൾ 49 രൂപ കൂടി നമുക്ക് എന്ത് ചെയ്യാണ്? കമ്പനി ക്യാഷ് ബോണസ് ആയിട്ട് തരികയാണ്. അപ്പൊ ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് 99 രൂപ ലഭിക്കുന്നു. അതുകൂടാതെ കമ്പനി നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് തരികയാണ്. 500 പർച്ചേസ് പോയിന്റ് ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. അതുകൂടാതെ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. ഓരോ റീചാർജിനും നമുക്ക് 20% റീചാർജിന്റെ റവന്യൂയുടെ 20% നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമ്മൾ എത്ര റീചാർജ് ചെയ്തു കൊടുത്താലും നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റീചാർജിന്റെ ക്യാഷ് ബാക്ക് 20% എൻജോയ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു അവസരം കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത്? നമ്മൾക്ക് ഒരാൾക്കോ 2 പേർക്കോ 10 പേർക്കോ 100 പേർക്കോ എത്ര പേർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അങ്ങനെ ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ നമുക്ക് ലെവലിംഗം കിട്ടുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രീ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കേട്ടോ. മൊബൈൽ റീചാർജിലൂടെ മാത്രം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ 1ാമത്തെ ലെവലാണ്. അവർ കൊടുക്കുന്നതൊക്കെ നമ്മുടെ 2ാമത്തെ ലെവലാണ്. അങ്ങനെ ആ 2ാമത്തെ ലെവലിലുള്ള ആളുകളൊക്കെ കൊടുക്കുന്നത് 3ാമത്തെ ലെവലാണ്. അങ്ങനെ 20 ലെവലില് ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്കാണ്. മിനിമം ഞാൻ പറയുകയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% വെച്ച് നമുക്ക് 20 ലെവലിലും കിട്ടും. 1% 1ാമത്തെ ലെവലിലും, 1% 2ാമത്തെ ലെവലിലും, അങ്ങനെ 3ാമത്തെ ലെവലിലും, 4ാമത്തെ ലെവലിലും, അങ്ങനെ 20 ലെവലിലും 1% കിട്ടുകയാണ്. അതിന്റെ ഒരു സാധ്യത പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു 2 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. ആ 2 പേരെ കൊണ്ട് ഈ 2 പേർക്ക് കൊടുപ്പിക്കുക. അങ്ങനെ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. അങ്ങനെ അവരെല്ലാവരും ഓരോ റീചാർജ് സേവ് ആപ്പിലൂടെ ചെയ്യുന്നു. അങ്ങനെ ഒരു 20 ലെവൽ ടീമിൽ നിന്ന് എല്ലാ മാസവും ഓരോ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എത്രയാ? മിനിമം 1,46,800 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരു 2 പേർക്ക് കൊടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം, 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്താൽ കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ സാധ്യതയാണെങ്കിൽ ഒരു പൈസ പോലും ആക്ടിവേഷൻ കോസ്റ്റ് കൊടുക്കേണ്ട. മിനിമം 250 രൂപ ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. റൈറ്റ് വരണം, ലെഫ്റ്റ് വരണം, ഒന്നും യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഒരുപാട് കോണ്ടാക്ട് ഉള്ള ആളുകളാണ്. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ 2 പേരിൽ നിന്ന് ഇത്ര പറയുമ്പോൾ നമ്മൾക്കൊരു 10 പേർക്കോ 20 പേർക്കോ കൊടുക്കാൻ പറ്റിയാൽ എന്തായിരിക്കും നമ്മുടെ ആ ഒരു ലെവലിംഗത്തിന്റെ സാധ്യത? കാരണം മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി 2ാമത്തെ ഒരു കാര്യം, ആക്റ്റീവ് യൂസർ. ശരിക്കും നമ്മളെല്ലാവരും വരുമാനം എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരാണ്. എല്ലാവരോടും ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ ഒരു ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരികയാണെങ്കിൽ, ഒരു 1 ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് സേവ് ആപ്പ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടർ മാക്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. 2ൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പേഴ്സണൽ മാനേജ്മെന്റിന് വരുന്ന എമൗണ്ട് എത്രയാണ്? 3,999 രൂപ പ്ലസ് 18% GST അടക്കം ടോട്ടൽ 4,719 രൂപ. വണ്ടർ മാക്സ് ആണെങ്കിൽ
5000 പ്ലസ് GST 5900. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാൽ നമ്മൾ ആക്റ്റീവ് യൂസർ ആകുന്നു. നമുക്ക് ലൈഫ് ടൈം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഏതാണോ നമ്മൾ വാങ്ങിക്കുന്നത് അത് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാലും 2 പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബിസിനസ് പ്ലാൻ എല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ ലൈഫ് ടൈം ഉപയോഗിക്കുന്നു. അതുകൂടാതെ കമ്പനി ഒരു ആക്റ്റീവ് യൂസർ ആയതിന്റെ പേരിൽ നമുക്കൊരു മിനി വെബ്സൈറ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഒരു IT കമ്പനിയുടെ പ്രോഗ്രാമാണ്. ഈ കമ്പനി നമ്മൾക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ആരാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ബിസിനസ് എന്താണ്? അതിനെ ഫാസ്റ്റ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ അഡ്മിൻ. അത്തരത്തില് നമ്മൾ ഏത് കമ്പനിയാണോ ചെയ്യുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ പ്രൊഫൈല്, ആ കമ്പനിയുടെ വീഡിയോസുകള്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എന്താണോ അത്രയും പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസുകളും അതിന്റെ പ്രൈസുകളും അതിന്റെ ഇൻഫർമേഷൻ, അതേപോലെ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൊക്കേഷൻ, ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, QR കോഡ്, അതുകൂടാതെ ബാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ എല്ലാ ഇൻഫർമേഷനും കൃത്യമായി നമ്മൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് 100, 200, 1000, 10,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മുടെ ഓരോ ദിവസത്തെ അപ്ഡേഷനും അവർക്ക് അവിടെ കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ് കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. അതുകൂടാതെ 4500 പർച്ചേസ് പോയിന്റ് നമുക്ക് തരുന്നുണ്ട്. 4500 പർച്ചേസ് പോയിന്റ് നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, തികച്ചും ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് 4 ടൈപ്പ് ഓഫ് വർക്കിംഗ് ഇൻകം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കമ്പനി നമുക്ക് തരുന്നു. അതുകൂടാതെ ഒരു ആക്റ്റീവ് യൂസർ ആയതിന്റെ പേരിൽ നമ്മുടെ റീചാർജിന്റെ ലെവൽ ഇൻകം 2% 20 ലെവൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി കമ്പനി നമ്മളിലേക്ക് തരികയാണ്. എന്തൊക്കെയാണ് ഇൻകം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന റഫൽ ഇൻകം. രണ്ടാമത്തത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ലെവൽ ഇൻകം. മൂന്നാമത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, ബൈനറി ഇൻകം. നാലാമത് ടീം വോളിയം ഇൻസെന്റീവ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. നമ്മൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഒരു IT കമ്പനിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസിൽ ഒരു IT കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് കടന്നു വരാം. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്ത് ഇതിലേക്ക് കടന്നു വന്നു. നമ്മൾ അതേപോലെ അതേ ഫോളോ അപ്പില് നമ്മൾ ഒരേ ഒരാൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ, ഒരു പർച്ചേസ് ചെയ്ത് ഇതിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ 800 രൂപ നമുക്ക് റഫൽ കമ്മീഷനാണ്. എത്ര പേര് വേണമെങ്കിലും റഫൽ ചെയ്യാം. ഓരോ ഡയറക്റ്റിനും നമുക്ക് 800 രൂപ റഫൽ കമ്മീഷൻ കിട്ടുന്നു. നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. ഓട്ടോമാറ്റിക് പേ ഔട്ട് ആണ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും രണ്ടാമത്തെ ഇൻകം എന്താണ്? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് കേട്ടോ. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും 13 ലെവൽ ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. ഒരു അൺലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒന്നാമത്തെ ലെവൽ ഇൻകം 50 രൂപ, രണ്ടാമത്തെ ലെവൽ ഇൻകം 10 രൂപ, മൂന്നാമത്തെ ലെവൽ ഇൻകം 20 രൂപ, നാലാമത്തെ ലെവൽ ഇൻകം 30 രൂപ. കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30, അങ്ങനെ 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, നമ്മൾ ഒരേ ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ 800 രൂപ റഫൽ കമ്മീഷൻ കിട്ടുന്നു. പ്ലസ് 50 രൂപ ഫസ്റ്റ് ലെവൽ ഇൻകം ആയിട്ട് കിട്ടുമ്പോൾ, ഒരേ ഒരാൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ 850 രൂപ നമ്മുടെ റഫൽ ഇൻകം ലെവൽ ഇൻകം കൂടി കിട്ടിക്കഴിഞ്ഞു. ആ ഒരു വ്യക്തി ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുകയാണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അങ്ങോട്ട് ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ലെവൽ ഇൻകത്തിന്റെ സാധ്യത എന്നുള്ളതിനെ കുറിച്ച്. കൃത്യമായി ഈ ഒരു സ്ക്രീനിൽ പറയുന്നുണ്ട്, നമ്മൾ മിനിമം ഒരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, 4 പേരെ കൂടെ നിർത്തുകയാണെങ്കിൽ, 4 പേരെ പഠിപ്പിക്കുകയാണെങ്കിൽ, ആ 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് ഈ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ 13 ലെവലിൽ കിട്ടുന്ന ലെവൽ ഇൻകത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് 242 കോടി രൂപയിലേക്കാണ് ലെവൽ ഇൻകം മാത്രം എത്തുന്നത്. കൃത്യമായിട്ട് ഈ ലെവൽ ഇൻകത്തിന്റെ ഒരു പ്ലാൻ ആണത്.
ഞാൻ പറയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യുന്നു. എത്രയാ എമൗണ്ട്? 3999 രൂപ പ്ലസ് GST കൊടുത്ത് ടോട്ടൽ 4719 രൂപയ്ക്ക് നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലൈഫ് ടൈം ഉപയോഗിക്കുന്നു, ഒരു മിനി വെബ്സൈറ്റ് തരുന്നു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്നു, 4500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നു, റീചാർജിന്റെ ലെവലിംഗ് 2% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇതേ ഫോളോ അപ്പ് ഇതേമാതിരി നാല് പേർക്ക് നമ്മൾക്ക് ഈ പ്രോഗ്രാം കൊടുത്താൽ 4 പേരിൽ നിന്ന് കിട്ടുന്ന റെഫറൽ ഇൻകം, 4 പേരിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഇൻകം, അതുകൂടാതെ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു മാച്ചിങ് ഉണ്ട്. അതും കൂടി ടോട്ടൽ പറയുകയാണെങ്കിൽ 4200 രൂപ വെരി നെക്സ്റ്റ് ഡേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ്. വെറും 4 പേർക്ക് ഈ പ്രോഗ്രാം കൊടുത്താൽ, വെറും നമ്മൾ വന്നതുപോലെ 4 പേര് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 4719 GST അടക്കം 4719 ഇൻറ്റു 4 വെറും 18,000 19,000 ഉള്ളിൽ വരുന്ന ഒരു എമൗണ്ടിന്റെ ബിസിനസ് വോളിയം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 4200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതേ ഫോളോ അപ്പ് ഇതേമാതിരി വരുന്ന ഓരോരുത്തരും ചെയ്താൽ കിട്ടുന്ന ലവലിംഗത്തിന്റെ ഒരു പവറാണ് ഈ പറയുന്ന 242 എത്തുന്നത്. ബാക്കി നമ്മുടെ റഫറൽ ഇൻകം ബൈനറി ഒന്നും മാച്ചിങ് ഒന്നും ഇതില് എന്തില്ല പറയുന്നില്ല. ഈ ഒരു ലെവൽ ഇൻകം മാത്രം കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ ഇത്ര ടൈം കൊണ്ട് ചെയ്യണം, ഇതുപോലെ കറക്റ്റ് വരണം, 4 വന്നാൽ 16 തന്നെ വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഇൻകം. മൂന്നാമത്തതിലേക്ക് കിടക്കാണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ, അഥവാ നമ്മുടെ ബൈനറി ഇൻകം. മൂന്നാമത്തെ ഇൻകം 400 രൂപയാണ് നമുക്ക് ഓരോ മാച്ചിങ്ങിന് വരുന്നത്. 400 രൂപ 400 റുപ്പീസ് ആണ് നമ്മുടെ ബൈനറി ഇൻകം വരുന്നത് ഓരോ മാച്ചിങ്ങിന്. അതൊരു 600 രൂപയിലേക്ക് എത്തുന്നുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് നെക്സ്റ്റ് ഞാൻ പറയാം. മിനിമം ഈ ഒരു ഇൻകത്തിന് മാത്രം ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. 10,000 രൂപയാണ് റാങ്ക് ഇൻസെന്റീവ്, അതല്ലെങ്കിൽ ഇൻസെന്റീവ് ലോട്ട് ബൈനറി എന്നൊക്കെ പറയും. 14 റാങ്കിലായിട്ട് നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുകയാണ്. നമ്മള് കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കമ്പനിയിലെ 1ാമത്തെ റാങ്കിന്റെ പേരാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയാം, 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയിലെ 1ാമത്തെ റാങ്ക് അച്ചീവർ ആകുന്നു. ആ ടൈമിൽ ഒരു 500 രൂപ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. വീണ്ടും 4ൽ നിന്ന് 8 കൂടിയിട്ട് 12ലേക്ക് എത്തുമ്പോൾ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആകുന്നു. ആ ടൈമിൽ നമുക്ക് ഒരു 1000 രൂപ ഇൻസെന്റീവ് തരികയാണ്. വീണ്ടും നമ്മൾക്ക് 30ലേക്ക് എത്തുമ്പോൾ മാർക്കറ്റിംഗ് ഓഫീസർ 3ാമത്തെ റാങ്ക്, അപ്പോൾ ഒരു 2000 രൂപ കിട്ടുന്നു. 4ാമത് സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ 80 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ, അഥവാ 80 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കൊരു 4000 ഇൻസെന്റീവ് തരികയാണ്. വീണ്ടും ടീം ഡെവലപ്മെന്റ് ഓഫീസർ 200 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കൊരു 10,000 രൂപ ഇൻസെന്റീവ് കിട്ടുന്നു. അങ്ങനെ ഓരോ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓരോ ഇൻസെന്റീവുകൾ കിട്ടിയിട്ട് ടോട്ടൽ 14 റാങ്കിലാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. 10 കോടി രൂപ ഇൻസെന്റീവ് ആണ്. ഇതിനു വേണ്ടി പ്രത്യേകം ഒരു വോളിയം ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും വരുന്ന ബൈനറിയുടെ സെയിം വോളിയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടീം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഈ ഒരു റാങ്കിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ഒരു ഇൻസെന്റീവുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി റീചാർജിന്റെ ലെവലിംഗ് ഞാൻ പറഞ്ഞു. ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നു, നമ്മൾ 2 പേർക്ക് ഈ ഒരു പ്രോഗ്രാം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും സേവ് ആപ്പിലൂടെ ഓരോ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു 20 ലെവൽ ടീമിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഇൻകം, ഒരു റീചാർജിന്റെ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് എല്ലാ മാസവും ഓരോ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് 2,93,601 രൂപയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആകണം. നമ്മൾ 2 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കണം. അങ്ങനെ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ പവർ കൃത്യമായിട്ട് ഞാൻ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ 2 പേർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ 2 പേർക്ക് നമ്മുടെ റഫറൽ ലിങ്ക് കൊടുക്കുക, അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുക, അതിലൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അതിലൂടെ നമ്മൾ മൊബൈൽ റീചാർജ് മിനിമം 1 ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്.
എന്നിട്ടോ അവരുടെ റഫർ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. റഫർ ലിങ്ക് എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആളുകളിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ രണ്ടു പേരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം, നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, റീചാർജ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മൾ കൊടുക്കുക, പറയാൻ തയ്യാറാവുക, ഫ്രീ ആയിട്ടല്ലേ. ആരുടെ കാശ് മേടിക്കാൻ പറയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. 250 രൂപ ആയി കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാം. 1% അവർക്ക് കിട്ടുന്നുണ്ട്, ഫ്രീ യൂസർക്ക്. നമ്മൾക്ക് ഇവിടെ ഒരു ആക്റ്റീവ് യൂസർ ആയതുകൊണ്ട് 2% എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇനി നെക്സ്റ്റ് ഫ്രീ യൂസർ പറഞ്ഞു, ആക്റ്റീവ് യൂസർ പറഞ്ഞു, മൂന്നാമത് ഫാമിലി യൂസറിലേക്ക് കടക്കുകയാണ്. എന്താണ് ഫാമിലി യൂസർ? ഫാമിലി യൂസർ ആവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫാമിലി യൂസർ ആയിട്ട് വന്നാൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നു കൃത്യമായി അറിയണം. ഏറ്റവും കൂടുതൽ ഇന്ന് ഈ സിസ്റ്റത്തിലേക്ക്, ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ഫാമിലി യൂസർ ആയിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൺ ടൈം പർച്ചേസ് ആണ്. കമ്പനി 2 പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പറയുന്നു, കമ്പനി അവതരിപ്പിക്കുന്നു 2 ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റും രണ്ടാമത് വണ്ടർ മാക്സും. നമുക്ക് ഒന്നുകിൽ 3 പേഴ്സണൽ മാനേജ്മെന്റ് വാങ്ങിക്കാം നമ്മുടെ പേരിൽ തന്നെ, അല്ലെങ്കിൽ 2 പേഴ്സണൽ മാനേജ്മെന്റും 1 വണ്ടർ മാക്സും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ 3 നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ ഫാമിലി യൂസർ ആകുന്നു. നമ്മൾ ഫാമിലി യൂസർ ആകുന്നു. 2 രീതിയിലാണ് കേട്ടോ ആളുകൾ ഇത് എടുക്കുന്നത്. ശരിക്കും പറയാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മണി മാനേജ്മെന്റ്, ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ, നമ്മുടെ വീട്ടിൽ 2, 3, 4, 5 എത്ര പേരുണ്ടോ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വെറും ഒരു മൊബൈൽ റീചാർജ് DTH ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കിക്കൊണ്ട് 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരുണ്ട്. എന്തിന്? 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോഴാണ് 3 വർക്കിംഗ് ID കിട്ടുന്നത്. ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ 1 വർക്കിംഗ് ID കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ റെഫർ ലിങ്കം, ഇതിന്റെ ലെവൽ ലിങ്കം, ഇതിന്റെ മാച്ചിങ്, ഇതിന്റെ റാങ്ക് ആൻഡ് ഇൻസെന്റീവുകൾ, ഇതിന്റെ ക്ലബ് ബോണസുകൾ, ഇതിന്റെ റീചാർജിന്റെ ലെവൽ ലിങ്കത്തിന്റെ പവർ, സാധ്യത, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആളുകള്, ഏതൊരു മാർക്കറ്റിംഗ് അറിയുന്ന ആളുകളൊക്കെ മിനിമം 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഇതിലേക്ക് കടന്നു വരും. 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചാൽ എന്താണ് കിട്ടുന്നത്? 14,500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നു. അതുകൂടാതെ 3 വർക്കിംഗ് ഐഡിയിലും പറഞ്ഞ എല്ലാ ഇൻകവും നമുക്ക് എൻജോയ് ചെയ്യാം. അതുകൂടാതെ 3% റീചാർജിന്റെ ലെവൽ ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ഫാമിലി യൂസർക്കുള്ളതാണ്. 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മൊബൈൽ റീചാർജ് ചെറിയൊരു പ്രോഗ്രാം അല്ല കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ പൈസകൾ കാണുമ്പോൾ വിചാരിക്കും, അമ്മോ ഇതിനു വേണ്ടിയിട്ടാണോ ഈ ടൈം കളയുന്നത് എന്നുള്ളത്. നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ എന്നും ഏത് കാലത്തും ഒരു പാസീവ് ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റുള്ള പ്രോഗ്രാം പോലെ മാസം മാസം ചെയ്തോളൂ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ, അല്ലേ? ഓട്ടോമാറ്റിക് ചെയ്തോളും. അപ്പോ ഒരു ഫാമിലി യൂസർക്ക് കിട്ടുന്ന റീചാർജിന്റെ ലെവൽ ഇൻകത്തിന്റെ പവർ ഞാനൊന്ന് പറയാം. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മളൊരു വൺ ടൈം പർച്ചേസ് ചെയ്ത ഒരു ഫാമിലി യൂസർ ആയിട്ട് കടന്നു വന്നിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ 2 പേരെ കൊണ്ട് മിനിമം 4 റീചാർജ് വീതം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ, 4 റീചാർജ് വീതം ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ, ഒന്ന് ആലോചിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ 2, 3, 4, 5 ഒക്കെ റീചാർജ് ഉണ്ട്. ഞാൻ പറയാണ്, നമ്മൾ എല്ലാവരും ഒരു ഫാമിലി യൂസർ ആണ്. നമ്മൾ 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റെഫർ ലിങ്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണ്. ആ 2 പേരെ കൊണ്ട് മിനിമം 4 റീചാർജ് വീതം സേവ് ആപ്പിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഫാമിലി യൂസർ ആയതുകൊണ്ട് നമുക്ക് 3%, അവർ ഫ്രീ യൂസർ ആയതുകൊണ്ട് അവർക്ക് 1% കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമ്മൾ 2 പേർക്ക് കൊടുത്ത്
ആ രണ്ടുപേര് ഈ രണ്ടുപേർക്ക് കൊടുത്ത്, അങ്ങനെ 4 പേര് ഈ രണ്ടുപേർക്ക് കൊടുക്കുന്നു, അങ്ങനെ 8 പേരാകുന്നു. ആ 8 പേര് ഈ രണ്ടുപേർക്ക് കൊടുത്ത് അങ്ങനെ 16 പേരാകുന്നു. അങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് ഈ പ്രോഗ്രാം കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും 4 റീചാർജ് വീതം സേവ് ആപ്പിലൂടെ ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തരും 4 റീചാർജ് ചെയ്ത് അങ്ങനെ ഒരു 20 ലെവൽ ടീം ഉണ്ടാക്കിയാൽ 20 ലെവലിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഇൻകം എത്രയെന്നറിയോ? മിനിമം 17 ലക്ഷം രൂപ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു തവണ ഇല്ലാട്ടോ, റീചാർജ് ഉള്ള കാലത്തോളം പണിയെടുക്കാൻ തയ്യാറാവണം. കേൾക്കാനൊക്കെ നല്ല രസമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ജോലി ചെയ്യുന്നുണ്ടോ, ജോലി സ്ഥലത്ത് പോയാൽ 4 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ 4 പേർക്ക് ഫോണുണ്ട്, റീചാർജ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പറയാൻ തയ്യാറാവണം. ബാക്കിലേക്ക് നിന്നാലൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. വ്യക്തമായിട്ട് പറയാം, പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എത്രത്തോളം കമ്മ്യൂണിറ്റി നമ്മുടെ ടീമിലുണ്ടോ അവരെല്ലാം റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു പാസീവ് ഇൻകം. ഇതാണ് ശരിക്കും ഒരു പാസീവ് ഇൻകം കേട്ടോ. ഇതാണ് നമ്മുടെ റീചാർജിന്റെ ലെവൽ ഇൻകം. ഇനി തീർച്ചയായിട്ടും ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാണ്, ഒരു ഫാമിലി യൂസർ ആയിട്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റി ലെവലില് ആദ്യം കടന്നു വരുന്നവരിലേക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം കാത്തിരിക്കുന്നുണ്ട്. ഒരു നോൺ വർക്കിംഗ് ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫാമിലി യൂസർ ആയിട്ട് കടന്നു വരുന്നത് എന്തിനാണ്? ബിസിനസ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും. അതേപോലെ തന്നെ 3 പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ GST ബില്ല് കിട്ടുന്നുണ്ട്, 3 മിനി വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞ എല്ലാതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ആദ്യം വരുന്നവർക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. 3 ടൈമിലായിട്ടാണ് നമുക്കത് കിട്ടുന്നുണ്ടാവുക. 3 ടൈമിലായിട്ട് ആദ്യം കടന്നു വരുമ്പോൾ ഓക്കെ, ആദ്യം നമുക്ക് കിട്ടുന്നത് 12,000 രൂപയാണ്. ഫസ്റ്റ് നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത് 12,000 രൂപ. കോ ഹോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആദ്യം കിട്ടുന്നത് 12,000 രൂപയാണ്. രണ്ടാമത് കിട്ടുന്നത് 60,000 രൂപയാണ്. മൂന്നാമത് കിട്ടുന്നത് 2,40,000 രൂപയാണ്. ടോട്ടൽ 3,12,000 രൂപ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ഫാമിലി യൂസർക്ക്. തീർച്ചയായിട്ടും അത് സീനിയോറിറ്റി ലെവലിലാണ്. ആദ്യം വരുന്നവർ ഒരു സിംഗിൾ ക്യൂവിലേക്ക് എൻട്രി ആവാണ്. കമ്പനിയിൽ എവിടുന്നാണെങ്കിലും ശരി, ആദ്യം വരുന്നവർക്ക് അതിന്റെ സീനിയോറിറ്റി കിട്ടുന്നത് ഒരു സിംഗിൾ ലൈനിലേക്കാണ് അതിന്റെ പ്ലേസ്മെന്റ് വരിക. നമ്മുടെ ടീം അല്ലെങ്കിൽ മറ്റുള്ളത് അങ്ങനെയൊന്നുമില്ല. കമ്പനിയിൽ മൊത്തം വരുന്ന ഫാമിലി പാക്കേജ് എടുത്ത് വരുമ്പോൾ ആരുടെ ടീമിൽ നിന്നാണെങ്കിലും കുഴപ്പമുള്ളതല്ല, ഒരു സിംഗിൾ ക്യൂവിലേക്ക് എൻട്രി ആകുന്നു. ആദ്യം കിട്ടുന്നത് 8ന്റെ ബ്ലോക്കാണ് 12,000, രണ്ടാമത് 16ന്റെ ബ്ലോക്കാണ് 60,000, മൂന്നാമത് 2,40,000 കിട്ടുന്നത് 24ന്റെ ബ്ലോക്കാണ്. കൃത്യമായിട്ട് ഞാൻ പറയാം, കമ്പനിയിൽ ഒരു ക്യൂ ആണെന്ന് പറഞ്ഞു. കമ്പനിയിൽ ഒരു മെയിൻ ആയിട്ട് ഒരു ഫസ്റ്റ് ഒരു ID ഉണ്ടെങ്കിൽ ആ ID വന്നതിന് കമ്പനിയിൽ 8 പേര് വരുന്നു. 8 പേര് ഫാമിലി പാക്കേജ് എടുത്ത് വരുന്നു. 8 പേര് ഫാമിലി പാക്കേജ് എടുത്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആൾക്ക് 12,000 രൂപ കിട്ടുന്നു. വീണ്ടും 8 പേര് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ആരാണോ അവർക്ക് ഒരു 12,000 രൂപ കിട്ടുന്നു. വീണ്ടും 8 പേര് വരുമ്പോൾ രണ്ടിൽ നിന്നും അതിന്റെ നെക്സ്റ്റ് മൂന്നാമത് ആരാണോ അവർക്ക് ഒരു 12,000 രൂപ കിട്ടുന്നു. അങ്ങനെ ഓരോ 8 പേര് വരുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് 12,000 കിട്ടുന്നു. ഈ 12,000 കിട്ടിയ ആളുകളൊക്കെ രണ്ടാമത്തെ നോൺ വർക്കിംഗ് ഇൻകത്തിലേക്ക് എൻട്രി ആവാണ്. അവിടെ വരുന്നത് 60,000 രൂപയാണ്. 16ന്റെ ബ്ലോക്കാണ്. 12,000 കിട്ടിയ 16 പേര് വരുമ്പോഴാണ് ഏറ്റവും നെക്സ്റ്റ് ഡേ ഏറ്റവും മുകളിലുള്ള ആൾക്ക് 60,000 കിട്ടുന്നത്. വീണ്ടും 16 പേര് 12,000 കിട്ടുമ്പോൾ നെക്സ്റ്റ് പീപ്പിളിന് 60,000 കിട്ടുന്നു. അങ്ങനെ നമ്മൾ 16ന്റെ ബ്ലോക്ക് കടന്നു കഴിഞ്ഞു. മൂന്നാമത്തേതിലേക്ക് പോകുന്നു. 60,000 കിട്ടിയ ആളുകളൊക്കെ മൂന്നാമത്തെ എൻട്രി ആകുമ്പോൾ മൂന്നാമത്തെ നോൺ വർക്കിംഗിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വരുന്നത് 24ന്റെ ബ്ലോക്കാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു 3,12,000 രൂപ നമുക്ക് സീനിയോറിറ്റി ലെവലിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കമ്പനിക്കോ ലീഡേഴ്സിനോ ആർക്കും ഇതിന്റെ ഒരു ടൈം
പറയാൻ പറ്റുന്നതല്ല. കൃത്യമായി ഇതിന്റെ പ്ലാന് നമ്മൾ പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. സീനിയോറിറ്റി ലെവലിലാണ് ആദ്യം കടന്നു വരുന്നവരിലേക്ക് അത് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫാമിലി യൂസർ ഇതിലേക്ക് കടന്നു വരുന്നു, അത്രയും ഫാസ്റ്റ് ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ ഒരു ബിസിനസ് പ്ലാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് 12,000 കിട്ടുന്നത്, എങ്ങനെയാണ് 60,000 കിട്ടുന്നത്, എങ്ങനെയാണ് 240 കിട്ടുന്നത്. ഇതെല്ലാം നമ്മുടെ ട്രെയിനിങ് സെക്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടാകും. നിങ്ങൾ നാളെ മോർണിംഗ് 6 മണിക്കുള്ള പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ക്ലബ് ബോണസുകൾ. നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വന്നു, നമ്മൾ വളരെ പവർഫുൾ ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ഒരുപാട് ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് ഈ ബിസിനസ്സിൽ നമ്മൾ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുകയാണ്. കമ്പനിയിലെ 1ാമത്തെ റാങ്ക്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മുടെ റൈറ്റിൽ നിന്നൊരാള്, ലെഫ്റ്റിൽ നിന്നൊരാള്, അങ്ങനെ 2 പേര് കമ്പനിയിലെ 1ാമത്തെ റാങ്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മുടെ ടീം ബിൽഡിംഗ് കമ്മീഷൻ 400 രൂപ ഉള്ളത് 440 ആകും. അതാ ബൈനറി 400 രൂപ ഉള്ളത് 440 ആകും. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ സെക്കൻഡ് റാങ്ക്, 12 ബൈനറി മാച്ച് ചെയ്ത 2 പേര് നമ്മുടെ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ 480 ആയിരിക്കും നമ്മുടെ ബൈനറി ഇൻകം. 3ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 520, 4ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 560, 5ാമത്തെ റാങ്കിലേക്ക് 2 പേര് എത്തിച്ചാൽ അന്ന് മുതൽ 600 രൂപ ആയിരിക്കും നമ്മുടെ ബൈനറി ഇൻകം. അന്ന് മുതൽ നമുക്ക് 15,000 രൂപ ആയിരിക്കും നമുക്ക് സീലിംഗ് കിട്ടുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ആണ് കേട്ടോ. ഈ ക്ലബ് ബോണസ് നമുക്ക് കിട്ടുന്നത് മന്ത്ലിയിലായിരിക്കും. റഫറൽ ഇൻകം നമുക്ക് ഡെയിലി ആണ്, അതേപോലെ മാച്ചിങ് ഇൻകം ഡെയിലി ആണ്. ക്ലബ് ബോണസ് മന്ത്ലി ആണ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇഷ്ടത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം CCM. നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാൻ എന്താ വേണ്ടത്? നമ്മൾ ഒരു ഫാമിലി യൂസർ ആകണം. നമ്മുടെ പേരിൽ തന്നെ 3 ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് 10 പേരെ ഫാമിലി യൂസർ ആക്കി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ CCM ആകുന്നു. നമ്മൾക്ക് എന്താണ് കിട്ടുന്ന വരുമാനം? കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന മൊബൈൽ റീചാർജ്, അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിന്റെ 10% മാറ്റി വെച്ചിട്ട് എത്ര പേരാണോ ഈ ഒരു സിസ്റ്റത്തിലുള്ളത്, ഈ ഒരു കോർ കമ്മിറ്റിയിലുള്ളത്, അവർക്ക് തുല്യമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് കമ്പനി തരുന്നത്. അതുകൂടാതെ നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മുടെ റഫറൽ ഇൻകം, നമ്മുടെ ലെവൽ ഇൻകം, നമ്മുടെ മാച്ചിങ്, ഇത് എത്ര രൂപയാണോ ഒരു മന്ത്ലി നമ്മൾക്ക് കിട്ടുന്നത്, അതിന്റെ 5% ഒരു മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് ഒരു കോർ കമ്മിറ്റി മെമ്പറിന് എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. നെക്സ്റ്റ് DCM. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആകണം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് 10 പേരെ കോർ കമ്മിറ്റി മെമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലെ DCM ആകുന്നു. നമുക്ക് മന്ത്ലി ഇൻകത്തിന്റെ, നമ്മൾക്ക് മന്ത്ലി എത്ര രൂപയാണ് കിട്ടുന്നത്, അതിന്റെ 10% എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് പറഞ്ഞു, സേവ് ആപ്പ്, വണ്ടർ മാക്സ്. ഇത് ഫുൾ ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് പഠിക്കാം, നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാം. അതിനുള്ള എല്ലാ പ്രോഗ്രാം ഫുൾ ലൈവ് ആണ്. അതുകൂടാതെ നമ്മുടെ ബിസിനസ് പ്രോഗ്രാം ലൈവ് ആണ്. ഡെയിലി ഇൻകം ചെയ്യുന്ന ആളുകളുണ്ട്, അതെല്ലാം സിസ്റ്റം ഓക്കെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റ്, അതുകൂടാതെ മിനി വെബ്സൈറ്റ് കിട്ടുന്നു പറഞ്ഞു. നമ്മുടെ എന്തെങ്കിലും കമ്പനിയോ ബിസിനസ്സോ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഫുൾ ലൈവിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ഈ കമ്പനിയുടെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ് ഒരു കമ്മിങ് സൂൺ, ഒരു safeguard.in എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ്. അത് ഈ കമ്പനി സ്വന്തമായി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, പൈപ്പ് ലൈനിലുള്ളതാണ്. അതിന്റെ ഓരോ കാര്യവും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് നോക്കാം. നമുക്കറിയാം, ഏതൊരാളും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നു. നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഓരോ ഡയറക്റ്റിനും 100 പർച്ചേസ് പോയിന്റ് വെച്ച് ലഭിക്കുന്നു. അങ്ങനെ ഈ പർച്ചേസ് പോയിന്റ് ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പർച്ചേസ് പോയിന്റ് ഉപയോഗിച്ച് ഈ സേവ് കാർട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ആ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർച്ചേസ് പോയിന്റ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി പറയാണ്, നിങ്ങൾക്ക് ഒരു ഫ്രീ യൂസർ ആയിട്ട് കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 4000 പർച്ചേസ് പോയിന്റ് തരാം. 4000 പർച്ചേസ് പോയിന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും.
ഇനി അതല്ല 7 ദിവസം കൊണ്ട് നമുക്ക് ആവാൻ പറ്റിയില്ല, നമ്മൾ 14 ദിവസം കൊണ്ട് ഒരു ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 2000 പർച്ചേസ് ഫണ്ട് ലഭിക്കുന്നു. അതും കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കിട്ടുന്നില്ല, അവരുടെ സ്പോൺസർക്ക് ഒരു 500 പർച്ചേസ് ഫണ്ട് കിട്ടും. അവർ എപ്പോഴാണോ ഏത് കാലത്താണോ ആക്റ്റീവ് യൂസർ ആകുന്നത് ആ ടൈമിൽ അവരുടെ സ്പോൺസർക്ക് ഒരു 500 പർച്ചേസ് ഫണ്ട് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു കമ്പനി തുടക്കത്തിലേ ഞാൻ പറഞ്ഞു 26-ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അതേപോലെ തന്നെ ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു. ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്ക്, ഹോസ്പിറ്റലുകൾ, ലാബുകൾ, ജ്വല്ലറികൾ, ഫിനാൻസ് കമ്പനികൾ, ചിട്ടി കമ്പനികൾ, ഇവ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കൊക്കെ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കി സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയുടെ പ്രോഗ്രാമാണ്. കമ്പനി അന്നും ഇന്നും ലൈവിൽ അത്തരം പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ന് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഈ 2 ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള 2 പ്രൊഡക്റ്റ് ആണ്. സേവ് ആപ്പ് എന്ന് പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റ് എല്ലാവർക്കും, ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ വണ്ടർ മാക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കും മാത്സ് ടീച്ചേഴ്സിനും അതുപോലുള്ള ആളുകൾക്കൊക്കെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ബിസിനസ് പ്ലാൻ നമ്മളെല്ലാവരും കേട്ടു. എങ്ങനെ പോയാലും വളരെയധികം ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് പ്ലാൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. ബിസിനസിന് വേണ്ടി ഒരു പൈസ പോലും ഒരാളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പൊ ചോദിക്കും, വൺ ടൈം പർച്ചേസ് അല്ലെങ്കിൽ ഫാമിലി യൂസർ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. 26-ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരാൻ, നമ്മൾ ബിസിനസ് ചെയ്യാൻ, നമ്മൾ വരുമാനം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നു ഫ്രീ യൂസർ ആവണോ, ആക്റ്റീവ് യൂസർ ആവണോ, ഫാമിലി യൂസർ ആവണോ എന്നുള്ളത്. അത് ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നുള്ളത് കൃത്യമായി ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് പേ ഔട്ട് ആണ്. നമ്മൾ ഇന്ന് റെഫർ ചെയ്താൽ, ഇന്ന് ഒരാൾക്ക് കൊടുത്താൽ 800 രൂപ റെഫറൽ ഇൻകം നാളത്തെ ദിവസം പേ ഔട്ട് ആണ്. ഇന്ന് നമ്മൾ 10 ബൈനറി മാച്ച് ചെയ്താൽ അതിന്റെ ഇൻകം നാളത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഓട്ടോമാറ്റിക് പേ ഔട്ട് ആണ്. നമ്മുടെ റീചാർജിന്റെ ഇൻകം മാത്രം നമുക്ക് എന്താണ് മിനിമം 250 രൂപ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസെന്റീവുകളും ലെവലിംഗും വീക്ക്ലി പേ ഔട്ട് ആണ്. വീക്ക്ലി ആണ് നമുക്ക് നമ്മുടെ ലെവലിംഗും കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെന്റ് റാങ്ക് ആൻഡ് ഇൻസെന്റീവ് 14 റാങ്കിൽ പറഞ്ഞത് നമ്മുടെ എല്ലാ ബുധനാഴ്ചകളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കിട്ടുന്നത്. അതുകൂടാതെ നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത് ബുധനാഴ്ചകളിലാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് ഈ കമ്പനി തരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സിസ്റ്റം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക. വെറും 4 സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മൾ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുക, നമ്മുടെ റെഫർ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ബിസിനസ് പ്ലാൻ കൊടുക്കുക, നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യുക. ഇത്ര മാത്രമേ നമ്മൾക്ക് ചെയ്യേണ്ടതുള്ളൂ.